ഗോവിന്ദൻ മാഷും അയാളുടെ ഭാര്യയും വോട്ട് ചെയ്യാൻ പോയപ്പോൾ ഒരു സംഘം CPM പ്രവർത്തകർ കൂവാണ്. അയാൾ വോട്ട് ചെയ്തിട്ട് പുറത്തേക്ക് വരുമ്പോൾ അന്നേ വരെ CPM ജില്ലാ കമ്മിറ്റിയിലുണ്ടായിരുന്ന ഒരാളാണ് TK ഗോവിന്ദൻ. ആ ഗോവിന്ദനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും വോട്ട് ചെയ്ത് പുറത്തേക്ക് വരുമ്പോൾ ഒരു കൂട്ടം പഴയ സുഹൃത്തുക്കളും പഴയ അണികളും കൂവി അദ്ദേഹത്തിനെ തോൽപ്പിക്കുകയായിരുന്നു. അതേപോലെ 2 വിമത സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ചെമരെഴുതാൻ കൊടുത്ത ഒട്ടനവധി സുഹൃത്തുക്കളുടെ ചുമരുകളൊക്കെ ബോംബ് എറിഞ്ഞ് തകർത്തു. ഇതെന്ത് ജനാധിപത്യമാണ് കേരളത്തിൽ നടക്കുന്നത്? പിന്നെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടി ഗ്രാമങ്ങളിൽ എപ്പോൾ തിരഞ്ഞെടുപ്പ് നടത്തണം, എപ്പോൾ തിരഞ്ഞെടുപ്പ് അവസാനിപ്പിക്കണം, ആരെയൊക്കെ വോട്ട് ചെയ്യണമെന്ന് ഇവരാണോ നിശ്ചയിക്കുക? ഒരു ജനാധിപത്യ പ്രക്രിയയിൽ വോട്ട് ചെയ്യണമെന്ന് ആരാ നിശ്ചയിക്കേണ്ടത്? ജനങ്ങളല്ല തീരുമാനിക്കുന്നത്. അതിന് ഉദ്യോഗസ്ഥന്മാരുണ്ട്, പോലീസ് സംവിധാനങ്ങളുണ്ട്. പക്ഷെ ഒരു പാർട്ടിയുടെ സമാന്തര ഘടകം പറയാണ് ഇവിടെ എപ്പോൾ വോട്ട് കിടക്കണം, ആര് വോട്ട് ചെയ്യണം, ആര് വോട്ട് ചെയ്യാതിരിക്കണം, ഉദ്യോഗസ്ഥന്മാർ എത്ര മണിക്കൂർ ജോലി ചെയ്യണം, അവരെപ്പോൾ ഈ ഗ്രാമത്തിൽ നിന്ന് പുറത്ത് പോകണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? ഇവിടുത്തെ ഭരണകൂട സംവിധാനമല്ല, ഇവിടുത്തെ ജഡ്ജിയല്ല, ഇവിടുത്തെ പോലീസ് സംവിധാനമല്ല, ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരല്ല, ഒരു പാർട്ടിയുടെ സംവിധാനമാണ് തീരുമാനിച്ചത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തിനാണ് കേരളത്തിൽ? ഒരു ഗ്രാമത്തിൽ ഒരു ജനങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ ഈ കേരളത്തിലെ നികുതി പണം കൊടുത്ത് തീറ്റി പറ്റേണ്ട വല്ല കാര്യമുണ്ടോ? ഇത് കേന്ദ്ര സർക്കാരിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിഞ്ഞിട്ടും കൂടിയില്ല ഇങ്ങനെ സംഗതി കേരളത്തിൽ നടക്കേണ്ടത് തന്നെ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് പൂത്തി വെച്ച് നോക്കുകയാണ്. അന്ന് മറ്റിതര പാർട്ടിക്കാർ ഇത് സംബന്ധിച്ച് സംസാരിക്കണമില്ല. ജനാധിപത്യ സംവിധാനത്തിൽ ഒരു 5-6 ഗ്രാമങ്ങളിലുണ്ടാവുന്ന സ്ഥിതിവിശേഷമാണ്. ആര് വോട്ട് ചെയ്യണം, ആര് വോട്ട് ചെയ്യാതിരിക്കണം, തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർ എപ്പോൾ വരണം, എപ്പോൾ പോകണമെന്ന് തീരുമാനിക്കുന്ന ഒരു പാർട്ടിയാണ്. ആ ഗ്രാമങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ വീണ്ടും നടത്താൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാവണം.